ഇൻസ്റ്റാഗ്രാമിൽ കൊടുക്കാനാണോ? ഇവരോട് യുദ്ധമാണോ? ഇവരടിയാണ് ഇപ്പോഴും. പുള്ളിയെ വിടാതിരിക്കുവാണോ? ഞങ്ങളുടെ കൂടെ എപ്പോഴും ഞങ്ങളുടെ സന്തോഷത്തിലും ദുഃഖത്തിലും എല്ലാം പങ്കെടുക്കുന്ന അച്ഛൻ അളിയൻ പറയളേ, എന്തെങ്കിലുമൊക്കെ പറ. അച്ഛന്റെ ഡെപ്പോസിറ്റ് അളിയന്റെ ബാങ്കിലാണോ? പ്രിപ്പയർ ചെയ്തില്ല. അവൻ ഭയങ്കര സ്നേഹമുള്ള അവൻ നല്ല അച്ഛൻ. ഇപ്പോഴും അങ്ങനൊക്കെ വരുമോ വായില്ലേ? ഇവരെപ്പോഴും ഭയങ്കര ഇങ്ങനെയാണോ അച്ഛൻ? കൊറേ പേര് ഇങ്ങനെ ഷോർട്ട് ലിസ്റ്റ്. പക്ഷെ ചേട്ടൻ എനിക്കൊന്ന് ഡേറ്റ് ഇല്ലായിരുന്നു. ക്യാമറ റെക്കോർഡ് ചെയ്ത് വെച്ചോണ്ട് ഓരോന്നൊക്കെ അങ്ങ് പറഞ്ഞു കൂട്ടുക. അത് അളിയൻ കറക്റ്റായിട്ട് പറഞ്ഞത്. പറയാ എന്റേത് ഞാൻ വിളിച്ചായിരുന്നു. സ്വന്തം പൊക്കാൻ കഴിവ്. പക്ഷെ ഇത് പക്ഷെ ജോർജ് അങ്ങനെ പറയുന്നത് കേട്ടോണം. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം മെറിൻ സ്വന്തം കാര്യം മാറ്റി വെച്ച് വേറൊരാളെ സഹായിക്കാൻ ഈ കൈ ഇരിക്കുന്ന കണ്ടോ, ഇങ്ങനെ ഇരുന്ന്. എല്ലാരും എങ്ങനെ വെക്കണമെന്നാ പറഞ്ഞ് പറഞ്ഞത് ഇതിനോട് ചേട്ടന് യൂട്യൂബ് ചാനൽ ഉണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ അതെ. വളരെ നല്ലൊരു മിസ്സാണ്. ഞങ്ങൾക്ക് അറിയാം കേട്ടോ, വീഡിയോസ് ഒക്കെ കാണുന്നതാണോ? സാറിനും വീഡിയോസ് ഉണ്ട്. ഗുഡ് മോർണിംഗ്. നമ്മളിപ്പോൾ ഉള്ളത് മഞ്ഞപ്പാറ എന്ന് പറയുന്ന സ്ഥലം നമ്മുടെ കൊട്ടാരക്കരയിൽ നിന്ന് വീണ്ടും കുറേ ദൂരം വന്ന് ഒരു നല്ലൊരു ഗ്രാമമാണ്. ഇവിടെ നോക്കി അങ്ങ് ദൂരെ വലിയൊരു മല കാണാം. ഒരു റബ്ബറിനകത്തിൽ കൂടെ ഒക്കെ കുറേ യാത്ര ചെയ്ത് ദേ കുമ്മനടിച്ചിട്ട് വന്നു. അപ്പോൾ ഞങ്ങളിപ്പോൾ വന്നിട്ടുള്ള ഇന്ന് നമ്മുടെ ഒരു മർത്തോമ പള്ളിയിലെ ഒരു അച്ഛൻ്റെ എൻഗേജ്മെൻ്റ് ആണ്. ഇതിൻ്റെ വെഡ്ഡിങ് ജാനുവരി മാസത്തിലേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ആ ഫാമിലിയോടൊപ്പം ബിനു സീൻസ് നമ്മുടെ വ്ളോഗ് എല്ലാവരും കാണുക. നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. എല്ലാവർക്കും നമ്മുടെ വ്ളോഗിലേക്ക് സ്വാഗതം. കളിയൻ ഒറ്റകളിയനല്ലേ ഉള്ളൂ? ഒരുപാട് സ്ഥലം ഇവിടെ മാവേലിക്കര. ഇതാരാ? മാവൻ. പപ്പയുടെ പെങ്ങടെ ഹസ്ബൻഡ്. ബ്രോ ഫാദർ ദിനു നൈൻ ആൻഡ് ഫിലിപ്പ് അച്ഛനാണ്. എൻ്റെ പേര് ബിനു. എടുത്താലോ? എങ്ങനെയുള്ള ഫോട്ടോ ഒക്കെ വേണം അച്ഛന്? നോർമൽ ഇപ്പം പള്ളിയുണ്ടോ അതോ? എവിടെ ഇപ്പം? അലഹബാദ്, ഉത്തർപ്രദേശ്. യുപിയിലാണ്. പട്ടം കഴിഞ്ഞ വർഷം 2024 ജൂലൈയിലായിരുന്നു. നിങ്ങൾക്ക് എവിടെ ആയിരുന്നു പഠിത്തം? ഞാൻ ആക്ച്വലി എന്നെ പുറത്ത് വിട്ടു. ഞാൻ പുറത്താണ് പഠിച്ചത്, ജബൽപൂര് പഠിച്ചു. പിന്നെ ഫസ്റ്റ് അപ്പോയിൻമെന്റ് ആയിരുന്നു. എൻ്റെ ഒരു അനിയനുണ്ട് അച്ഛൻ, വിനോദീഷ്. ആള് മാവേലിക്കര ജ്യോതിഷ് എന്ന് പറയുന്നത്. അച്ഛന് കട്ടൻ ചായ കൊടുക്കുന്നു. യുവജന സെക്രട്ടറിയിലൊക്കെ ഉള്ള സമയത്ത് അച്ഛൻ നിർണമാരാമൻ ഇരിക്കുമ്പോൾ അച്ഛനോട് നല്ല പരിചയമായിരുന്നു. ആളിന്റെ ഫാദർ അച്ഛനാ? എനിക്കറിയാം. അച്ഛനോട് ഓർമ്മ വന്നിട്ടുണ്ടോ? ഞാൻ വന്നിട്ടുണ്ട്. വലിയൊരു എബനേസർ ഇല്ലേ? പൊക്കത്തിരിക്കുന്നു. അച്ഛനെ ഏത് സൈഡ് എടുക്കണം, ഇങ്ങനെ എടുക്കണം, ഇങ്ങനെ എടുക്കണോ, നേരെ എടുക്കണം, ഇങ്ങനെ ഉണ്ടോ? എനിക്കൊന്ന് ഈ സൈഡാണ് കുറച്ചുകൂടെ ഇഷ്ടം. കറക്റ്റ് അല്ലേ ഞാൻ പറഞ്ഞത്? ഗൈസ്, അങ്ങനെ നമ്മൾ നമ്മുടെ ഡിനു അച്ഛൻ്റെ എൻഗേജ്മെൻറ്റിൻ്റെ ആയിക്ക് അവരുടെ വീട്ടിൽ വന്ന് നമ്മുടെ ഷൂട്ടൊക്കെ തുടങ്ങി. ഡിനു അച്ഛനും സിസ്റ്ററുണ്ട്, ഡിനു അച്ഛൻ അളിയനുണ്ട്, പേരൻസ് ഉണ്ട്. അച്ഛാ ഇടയ്ക്ക് നിങ്ങളിങ്ങനെ വർത്താനൊക്കെ പറയും, കുഴപ്പമുണ്ടോ? അച്ഛാ ആളിൻ്റെ പേരെങ്ങനെയാണ്? ഞങ്ങളിപ്പം കൊച്ചമ്മയെന്ന് വിളിക്കാറായോ? ഇല്ല, കല്യാണം കഴിഞ്ഞിട്ട് വിളിക്കുന്നത് കൊച്ചമ്മ. അതോ ആളുടെ പേരെങ്ങനെയാണ്? ക്രിസ്റ്റി. മറ്റേ അറേഞ്ച്മെന്റ് ഇങ്ങനെ പ്രപ്പോസൽ വന്നു. ഇൻസ്റ്റാഗ്രാമിൽ കൊടുക്കാനാണോ? ഇല്ല, ഇങ്ങനെ നമ്മളിങ്ങനെ ഈ വ്ളോഗിങ് ഒക്കെ ചെയ്ത് എല്ലാവർക്കും കാണാൻ വേണ്ടി. അതെ, ചിരിക്കുമ്പോൾ അച്ഛൻ്റെ കണ്ണ് ജയറാമിൻ്റെ കണ്ണ് പോലെ കുഞ്ഞു കണ്ണ്. അച്ഛൻ്റെ ചിരി നല്ലതാണെന്ന് ആളെപ്പിള്ളേലൊക്കെ പറഞ്ഞിട്ടില്ലേ? ഞങ്ങൾ അങ്ങനെ അധികം കാണാൻ സമയം കിട്ടിയിട്ടില്ല. ആള് നാട്ടിൽ തന്നെ ആയിരുന്നോ? നാട്ടിൽ തന്നെ. അച്ഛന് പഠിച്ചതും നാട്ടിൽ തന്നെയാണോ അതോ സ്കൂളിംഗ് കോളേജൊക്കെ? സ്കൂളിംഗും കോളേജും നാട്ടിൽ തന്നെയായിരുന്നു. സെമിനാരി മാത്രമേ ഉള്ളായിരുന്നു പുറത്ത് പോയി. അവിടെ ഇപ്പോൾ എത്ര നാളായി? അവിടെ ഇപ്പോൾ 1 വർഷമായി. കംപ്ലീറ്റ് ആയി. നിങ്ങളിത് ഏത് ഡയോസിസിൻ്റെ കീഴിലാണ് വരുന്നത്? ഡൽഹിയുടെ. ഇവിടെ ഏത് ഡയോസിസാ? തിരുവനന്തപുരം, അടൂർ? തിരുവനന്തപുരം, കൊല്ലം. മർത്തോമ സഭയുടെ ഏറ്റവും വലിയ ഡയോസിസ് എവിടെ ആയിരിക്കും? മർത്തോമ സഭ ഈ ജോഗ്രഫി വെച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും വലിയ ഡയോസിസ് ഡൽഹി ഡയോസിസ് ആണ്.
പിന്നെ അല്ലാതെ ഇപ്പം പള്ളികളുടെ എണ്ണം നോക്കുകയാണെന്നുണ്ടെങ്കിൽ റാന്നി നിലയ്ക്കൽ പള്ളികളുള്ളത് ഏരിയ. ഓക്കെ. ഡൽഹി ഡയോസിസിന്റെ തിരുമേനി ആരാ? തിരുമേനി ഇപ്പം റൈറ്റ് റെവറൻഡ് ഡോക്ടർ സക്രിയാസ് മാർ അപ്പറേം തിരുമേനി കല്യാണത്തിന് വരുമായിരിക്കില്ലേ? ഓക്കെ. അപ്പോൾ അച്ഛൻ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അച്ഛൻ വളരെ സിമ്പിളാണ്, അച്ഛന് വളരെ സിമ്പിളായിട്ടുള്ള ഫോട്ടോ മതി, സോഷ്യൽ മീഡിയയിൽ കാണുന്ന ടൈപ്പ് ഓഫ് ഫോട്ടോ ഒന്നും വേണ്ട, അച്ഛൻ ഫാമിലിയുമായിട്ട് ഭയങ്കര അടുത്ത് പോകുന്ന ഒരാളാണ്. ശരിയല്ലേ? അതെ അതെ. ഇവിടെ ഇപ്പോൾ ആരൊക്കെ ഉണ്ട്? പപ്പ മമ്മി സഹോദരിയുണ്ട്. ഓക്കെ. ആള് മാരീഡാണ്. തിരുവല്ല പുഷ്പഗിരിയിൽ വർക്ക് ചെയ്യുന്നു. ഹസ്ബൻഡ് ഇവിടെ തിരുവല്ല ബാങ്ക് ഓഫ് ബറോഡയിൽ മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നു. ആളാണ് എന്നെ വിളിച്ച് ബുക്ക് ചെയ്ത്. അച്ഛൻ കണ്ടിട്ടുണ്ടോ നേരത്തെ നമ്മളെയൊക്കെ വീഡിയോ? ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കണ്ടിട്ടുണ്ട്. രസമല്ലേ? ഇപ്പം നമ്മളിങ്ങനെ ടെൻഷനൊക്കെ അടിച്ച് നിൽക്കുകയാണെങ്കിൽ ചുമ്മാ ഒന്ന് വർത്താനൊക്കെ പറയാൻ പോകുന്ന റിലാക്സ് ആകുമല്ലോ. കൂട്ടത്തിൽ ഫോട്ടോ എടുപ്പൊക്കെ നടക്കും. പിന്നെ ഫാമിലിയൊക്കെ ഇന്ന് പരിചയപ്പെട്ടിരിക്കുന്നത് നല്ലതാണല്ലോ, ആരൊക്കെയാണ് ഏതൊക്കെയാണെന്നൊക്കെ അറിയാൻ പറ്റും. അപ്പോൾ ഓക്കെ, ബാക്കി കൂടെ തുടരാം. അങ്ങനെ നമ്മൾ വായിക്കാനുള്ള കുറിയൊക്കെ തയ്യാറാക്കിയാണ്. ഒരു സെക്കൻഡ്, ഇത് ആരൊക്കെയൊന്ന് പരിചയപ്പെടുത്താമോ? അച്ഛൻ്റെ അമ്മാച്ചനാണ്, അങ്കിളാണ്. അമ്മയുടെ ആങ്ങളാ. ഓക്കെ. ഇത് പപ്പ. ഓക്കെ. അപ്പോൾ ഇന്നത്തെ ഉത്തരവാദിത്വം അമ്മാച്ചനാണ്, വായിക്കാനെടുക്കാനുള്ള കാര്യങ്ങളൊക്കെ. അല്ല, ഈ കാര്യത്തിൽ ഇത് അച്ഛൻ്റെ സിസ്റ്ററും ഹസ്ബൻഡുമാണ്. പണ്ടൊക്കെ നമ്മൾ വീടുകളിൽ കാണുന്ന ഒരു ചെടിയായിരുന്നു ഗോൾഡ് സ്പോട്ട്. ഇപ്പം പലയിടത്തും ഇത് കാണാനില്ല. ആരാന്ന് പരിചയപ്പെടുത്തിയിട്ട് പോകാമെന്ന് കരുതി. ഇവിടുത്തെ പപ്പയുടെ അനിയൻ്റെ വൈഫ്. എന്നാ ഉണ്ട്? സുഖം. അച്ഛമ്മൻ എന്നാണ് എല്ലാവരും വിളിക്കുന്നത്. അച്ഛൻ ആയിക്കഴിഞ്ഞാൽ എല്ലാവരും പിന്നെ അങ്ങനെ അച്ഛമ്മ. പേരിപ്പോൾ ആരും വിളിക്കത്തില്ലല്ലേ? ഇപ്പൊ നിങ്ങൾ എല്ലാവരും മറന്നോക്കാരാണ്. ഈ സ്ഥലം കറക്റ്റ് ഏതാ? മലപ്പേരൂർ മഞ്ഞപ്പാറ. ചുരുക്കം ഒരു വലിയ മലയോ, ഇങ്ങോട്ട് വരുമ്പോൾ വലിയ മലകളൊക്കെ കാണാം. ഇതിനപ്പുറത്ത് വലിയൊരു മലയുണ്ട്, ആരോലിപ്പാറ. പരിപാടിയുടെ മുഖ്യ കാര്യങ്ങളൊക്കെ സ്റ്റേജിൽ വായിക്കുകയും പറഞ്ഞു കൊടുക്കുകയും എന്നാണ് കാര്യങ്ങളൊക്കെ ആണ്. മറ്റൊരു സ്ഥലം എവിടാ? കൊല്ലം. മലപ്പുറത്തെ കുറിച്ച് രണ്ട് കാര്യം പറഞ്ഞു. നല്ല ഫുഡ് കിട്ടുന്ന സ്ഥലമല്ല, നല്ല സ്നേഹമുള്ള മനുഷ്യരാണ്. എന്ത് കാര്യത്തിനും അവർ നമ്മളെ സഹായിക്കും. മലപ്പുറത്തെ ഏത് സ്കൂള്? അവിടെ ഒരു ഹയർ സെക്കൻഡറി സ്കൂൾ, ക്രസന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ. പ്രോപ്പർ മഞ്ചേരി. കീശേരി. അവിടുത്തെ അറിയാം. എത്ര വർഷം ഉണ്ടായിരുന്നു? 30 വർഷം മലപ്പുറത്ത് ജോലി ചെയ്ത ആളാണ്. അപ്പൊ മലപ്പുറത്തിനെ കുറിച്ച് ചില ആൾക്കാർക്ക് ചെറിയ സന്ദേഹം ഉണ്ടായിരുന്നു, അതൊക്കെ മാറി. അതെ. അപ്പൊ മറക്കണ്ട, ഈ പറയുന്നത് 30 വർഷം മലപ്പുറത്ത് ജോലി ചെയ്ത ഒരു സ്കൂൾ പ്രധാന അധ്യാപകനാണ്. മലപ്പുറത്തിനെ കുറിച്ച് ആള് പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു ഭയങ്കര സന്തോഷമാണ്. ഭയങ്കര സ്നേഹമുള്ള മനുഷ്യനാണ്. ഒരുപാട് നല്ല ഫുഡ് കിട്ടുന്ന സ്ഥലമാണ്. അച്ഛൻ്റെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കാനുള്ള എല്ലാവരും ഇവരോട് യുദ്ധമാണോ? ഇത് മക്കളെ രണ്ടുപേരും? അല്ല, ഇത് മോളും മരുമോനും. ഇവരടിയാണ് ഇപ്പോഴും. ഇത് അച്ഛൻ്റെ ഒരേ ഒരു പെങ്ങള്. അതെ. തിരുവല്ല പുഷ്പഗിരി മെഡിക്കൽ കോളേജിലല്ലേ? ആണോ? ഇതാ ഡെന്റൽ കോളേജ് ഡോക്ടറാണ്, ഡോക്ടർ ദിവ്യ. അച്ഛമ്മോൻ്റെ അമ്മാച്ചനും അമ്മായിയും ഒരേ ഒരു അമ്മാച്ചനാണ്. പെങ്ങന്മാരെ ഓർഡർ അനുസരിച്ച് ചെയ്യുന്നു. മൂത്ത ആളാരാ? ഇവർ രണ്ടുപേരും. അമ്മാച്ചാ പറയാം. അമ്മാച്ചാ അച്ഛനെ കുറിച്ച് ആർക്കും ഒന്നും പറയാനില്ല. ഒന്ന് പരിചയപ്പെടുത്തും, ഇങ്ങോട്ട് നോക്കും. നമ്മുടെ അടുത്തുള്ള ആളായത് അതെ, എല്ലാം ആയാള് അവിടുന്ന് വന്നതാണോ? ഇവിടെ നല്ല പുളിശ്ശേരിയും മീൻകറിയും കൂടെ കഴിക്കാം. നിങ്ങളുടെ അവിടെ കഴിക്കും അങ്ങനെ? ഇല്ല, ഇവര് ബിരിയാണിക്കാരല്ലേ? ആണോ? നിങ്ങൾ ഈ കൈ വിടുന്ന രക്ഷയില്ല, പുള്ളിയെ വിടാതിരിക്കുവാണോ? ആണോ? കണ്ണാടിയുടെ ആൾക്കാരാണോ ഇവര്? ആണോ? നമുക്കൊരു കണ്ണാടി കൂടെ കൊണ്ടു കിടന്നാലോ? ഇവര് കപ്പിൾസ് അല്ലേ? എത്ര ആളായി കല്യാണം കഴിഞ്ഞിട്ട്? ആണോ? പുള്ളി ഇപ്പോഴും നല്ല ജില്ലി. അന്ന് കല്യാണം കഴിച്ച പോലെ തന്നെ നിൽക്കുന്നില്ല, ഒരു മാറ്റം ഇല്ലല്ലോ. അതെ. ഡോക്ടറാണോ? എവിടെയാണോ? ആണോ? ഒരു ഇഞ്ചക്ഷൻ കൊടുത്ത് മയക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. ബ്രോ എവിടെ വർക്ക് ചെയ്യുന്നത്? ബാങ്ക് ഫീൽഡ്. ഡോക്ടർ ബാങ്കുകാരെ തപ്പിപ്പോയി. വിധിയുടെ വിളയാട്ടം.
സാറിന് ബാങ്കുകാരൊക്കെ ഗൗരവക്കാരാണ്, പക്ഷെ ഇങ്ങനെ ഭയങ്കര സിമ്പിളായിട്ട് നിൽക്കുന്നത്. ആ ഇത് തിരുവല്ലയല്ലേ? ആ എന്താണ് ബാങ്കുകാരെ ഡിസ് ചെയ്യുന്നത്? അതെ, അല്ല ഞാൻ പറയുന്നത് ബാങ്കുകാർ സാറിന് ഗൗരവത്തിലൊക്കെ നിൽക്കുന്നവരാണ്, എപ്പോഴും ടെൻഷനൊക്കെ അടിച്ചു. പക്ഷെ ഇങ്ങനെ ഭയങ്കര ഫ്രീ ആയിട്ട് നിൽക്കുന്നു. പരിചയപ്പെട്ടില്ല. ഇതും ഡോക്ടർ, എൻ്റെ സിസ്റ്റർ. ആണോ? നിങ്ങളെല്ലാം ഡോക്ടർ ഫാമിലി ആണല്ലോ. ഡോക്ടേഴ്സ് ബാങ്കേഴ്സ്. DBSകാരാണ്. DB ഏതാ? BDS ആണോ? ഏതിലാ? MBBS. MBBS ആ. MBBS പീഡിയാട്രിക്സ്, ഇവിടെ MBBS. അച്ഛാ ഈ ഫാമിലി ഏതാ അച്ഛാ? ഇത് എൻ്റെ പപ്പയുടെ പെങ്ങള്, ഞങ്ങളുടെ മാവി. മാവിയും കുടുംബം. അച്ഛനെ കുറിച്ചൊന്ന് പറഞ്ഞു. ഞങ്ങളുടെ കൂടെ എപ്പോഴും ഞങ്ങളുടെ സന്തോഷത്തിലും ദുഃഖത്തിലും എല്ലാം പങ്കെടുക്കുന്ന അച്ഛമ്മോനാണ്. ദൈവം കൊടുത്ത ഒരു പദവിയാണ്. ദൈവം കൂടുതൽ നന്മകളാൽ ദൈവം അനുഗ്രഹിക്കട്ടെ. നല്ല ഒരു കുടുംബജീവിതം കെട്ടിപ്പടുക്കുക. ദൈവം എല്ലാവിധ നന്മകളും അച്ഛൻ മോന് കൊടുക്കട്ടെ. ചില വീടുകളിലൊക്കെ നമ്മളിപ്പോൾ കുഞ്ഞുങ്ങളൊക്കെ ആകുമ്പോഴോ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും വയ്യാഴിയൊക്കെ നമ്മൾ പറയും ഇവനെ ഞാൻ അച്ഛനാക്കാം അങ്ങനെയൊക്കെ പറയത്തില്ലേ? അങ്ങനെ നേർച്ച അറിഞ്ഞത് അച്ഛൻ അങ്ങ് സ്വയം അങ്ങ് തീരുമാനിച്ചു പോയാ? അച്ഛന് സ്വയം. പിന്നെ എൻ്റെ അമ്മയ്ക്ക്, എൻ്റെ പപ്പ ഒരു അച്ഛനാണ്. അപ്പം നമ്മുടെ വീട്ടിൽ വീണ്ടും ഒരു അച്ഛൻ വേണമെന്ന് എൻ്റെ അമ്മയ്ക്ക് ഭയങ്കരമായ ആഗ്രഹം. അപ്പം അച്ഛൻ മോനോട് എന്നും പറയും, മോനെ നീ ഒരു അച്ഛനാവണേ, അച്ഛനാണ്. ആ ആഗ്രഹം അച്ഛമ്മ നിറവേറ്റി. അമ്മ ആ ആഗ്രഹം കണ്ടിട്ട് ഇപ്പൊ ഈ ലോകത്ത് നിന്ന് യാത്ര പറഞ്ഞു. ഇന്ന് ഞങ്ങളോട് കൂടെ അമ്മയില്ല. അത് ഞങ്ങൾക്ക് വളരെ ഭയങ്കര ഒരു ദുഃഖമാണ്. അമ്മ ഇത് കാണാനായിട്ട് വളരെയധികം ആഗ്രഹിച്ച ഒരു വ്യക്തിയാണെങ്കിലും ഈ പട്ടത്തെ ശുശ്രൂഷ അമ്മ കണ്ടു. അമ്മയ്ക്ക് അതാണ് പട്ടം കൂടെ കണ്ട്. കഴിഞ്ഞ വർഷം ഈ സമയം അച്ഛൻ പട്ടത്വത്തിലേക്ക് പ്രവേശിച്ചു. ഇന്ന് സ്വർഗത്തിലിരുന്ന് അമ്മ ഇത് കാണുന്നുണ്ട്. അമ്മയുടെ എല്ലാവിധ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾക്ക് വേണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. അളിയൻ പറയളി എന്തെങ്കിലുമൊക്കെ പറ. ഡെപ്പോസിറ്റ് ഒക്കെ അളിയന്റെ ബാങ്കിൽ തന്നെയാണ്. അച്ഛന്റെ ഡെപ്പോസിറ്റ് അളിയന്റെ ബാങ്കിലാണ്. ആ പറയൂ ഒരേ ഒരു പെങ്ങളല്ലേ പറയൂ. എന്നാലും പ്രിപ്പയർഡ്. ആങ്ങളെ കുറിച്ച് പറയാൻ ഇത്രയും പ്രിപ്പറേഷൻ ആവശ്യമില്ല. നിങ്ങളില് എത്ര വയസ്സിന് വ്യത്യാസം? നിങ്ങൾ 2 വയസ്സ്. ഭയങ്കര സ്നേഹമുള്ള അവൻ നല്ല അച്ഛൻ. പിന്നെ അങ്ങനൊക്കെ വരുമോ വായില്ലേ? അച്ഛൻ ഭയങ്കര സ്നേഹമുള്ള, ഭയങ്കര സ്നേഹം എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്നേഹം. അതേപോലെ ദേഷ്യം വന്നാൽ അതേപോലെ ദേഷ്യം വരും. പക്ഷെ എന്നാലും നമ്മളെ ഒരുമിച്ച് ഇങ്ങനെ നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടെങ്കിൽ അച്ഛനെ വിളിച്ചു കഴിഞ്ഞാൽ അച്ഛൻ എവിടെ ആണേലും എന്താണേലും ഓടി വരും. അപ്പൊ അതുകൊണ്ട് എന്താ പറഞ്ഞാൽ ഞങ്ങൾക്ക് അങ്ങനെ പറയാനൊന്നുമില്ല. പക്ഷെ ഞങ്ങളുടെ എല്ലാം അതെ. അപ്പോൾ ഈ ഫാമിലിക്കകത്തിൽ ഇനി ഒരാളോട് വരും 1.5 മണിക്കൂർ കൂടെ കഴിയുമ്പോൾ അച്ഛൻ്റെ റൈറ്റ് സൈഡിൽ. ഇവിടെ ആരായിരുന്നു കരയുന്നത്? മച്ചാ നിങ്ങൾ എന്തോ പറഞ്ഞു? ആണോ? അതെ. എടാ എന്തോടാ ഈ ചേട്ടായി എന്തോ പറഞ്ഞു? ചേച്ചി വഴക്ക് പറഞ്ഞോ? അമ്മായിപ്പനെ വിളിച്ച് പറയണോ? ഇത് കണ്ടു ഇവിടെ സംഭവം കണ്ടില്ലേ? ഇത് ഇവരുടെ പോസ്റ്റ് വെഡിങ് ഷൂട്ട് പോലെ ആയിപ്പോയി. ആണോ? ഞാൻ ഇവർ എത്ര തവണ കൈ പിടിക്കുന്നുള്ളതിനൊരു കണ്ടന്റ് ആക്കി വെച്ചിട്ടുണ്ട്. ഞാൻ വന്നപ്പോൾ തൊട്ട് കൈ ഇങ്ങനെ പിടിച്ചേക്കുക. അപ്പോൾ ഞാൻ ഓരോ സ്ഥലത്ത് ഇവരുടെ വിഷ്വൽ എടുക്കുന്നുണ്ട്. എന്നിട്ട് ലാസ്റ്റ് എത്ര തവണ കയ്യെ പിടിച്ചിട്ടുണ്ട് എന്നറിഞ്ഞ് വീഡിയോ എടുക്കാൻ വേണ്ടി. അതെ. എനിക്ക് തോന്നുന്നു ഈ ആളെ എപ്പോഴും കരച്ചില്ല. എത്രയും വലിയ കർച്ചീഫും പിടിച്ചുകൊണ്ട് നിൽക്കുന്നത് അതിനായിരിക്കാം. അവരെങ്ങനെ പോസ്റ്റ് ചെയ്യുന്നത് കണ്ടോ? അതുപോലെ നിൽക്കണം. ഞങ്ങളെ കൊണ്ട് അവിടെ നിർത്തിപ്പിക്കരുത്. അല്ല ഇവർ നിന്ന് കാണിക്കും. ഇവരെപ്പോഴും ഭയങ്കര ഇങ്ങനെയാണോ വെച്ചാൽ? അതുകൊണ്ട് ഞാൻ പറയും കർച്ചീഫായിട്ട് എപ്പോഴും നടക്കുന്നുണ്ട്. പക്ഷെ ഇങ്ങനെ നോക്കി ഇയാൾ വഴക്കുണ്ടാക്കുന്ന ഒരാളായിട്ട് നമുക്ക് തോന്നുന്നില്ല. ദിവ്യ നേരത്തെ ഞങ്ങളെ വിളിച്ചില്ല. അതെന്നായിരുന്നു? എന്റെ കല്യാണത്തിന്. അതെന്നായിരുന്നു? ആലോചിക്കുന്നു. അവിടെ കറക്റ്റ് പ്രളയമൊക്കെ കഴിഞ്ഞ സമയം ആണോ? പിന്നെന്നാ വിളിക്കാഞ്ഞ്? കൊറേ പേര് ഇങ്ങനെ ഷോർട്ട് ലിസ്റ്റ്. പക്ഷെ ചേട്ടൻ എനിക്കൊന്ന് ഡേറ്റ് ഇല്ലായിരുന്നു. ക്യാമറ റെക്കോർഡ് ചെയ്ത് വെച്ചോണ്ട് ഓരോന്നൊക്കെ അങ്ങ് പറഞ്ഞു കൂട്ടുക. അല്ല അളിയൻ കറക്റ്റായിട്ട് പറഞ്ഞത്. പറയാ എൻ്റേത് ഞാൻ വിളിച്ചായിരുന്നു. നിങ്ങളെല്ലാം ശ്രദ്ധിക്കാവുന്നുണ്ടല്ലേ? മെറിൻ ഇപ്പം ജോർജിനെ കുറിച്ച് നല്ല ഒരു കാര്യം പറയും. എന്താ പറയുക? ജോർജ് ഒറ്റ കാര്യം പറയാവൂ. ഇതെന്ന് പറയല്ലോ മെറിൻ. അമ്മായിപ്പം കേട്ടോണ്ടിരിക്കും. പറയൂ മെറിൻ.
സ്വന്തം പൊക്കാൻ കഴിവ് പക്ഷെ ഇത് ആരും സഹായിക്കണ്ട. പക്ഷെ ജോർജ് എങ്ങനെ പറയുന്നത് കേട്ടോളൂ. അളി ഇങ്ങോട്ട് വന്ന് അമ്മായിപ്പം കേൾക്കണം കേട്ടോ. മെറിനെ കുറിച്ച് പറ. ആലോചിക്കണ്ട. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം മെറിൻ സ്വന്തം കാര്യം മാറ്റി വെച്ച് വേറൊരാളെ സഹായിക്കാൻ പ്രിപ്പയർഡ് ആണ്. ഈ കൈ ഇരിക്കുന്ന കണ്ടോ, ഇങ്ങനെ ഇരുന്ന്. അതെ അതെ. ഇത് പറയുമ്പോഴേ ഇവരുടെ പപ്പ അവിടെ നിന്ന് ഇങ്ങനെ എത്തി നോക്കുന്നു. അവൻ എന്തായിരിക്കും പറയാൻ പോകുന്നത്. എല്ലാരും എങ്ങനെ വെക്കണമെന്നാ പറഞ്ഞ്? യോയാണോ ഉദ്ദേശിച്ചത്? എങ്ങനെ കാണിച്ച് അവർക്കറിയത്തില്ല. ഹലോ, മുമ്പ് എന്തോ കുറ്റം അവിടെ പറഞ്ഞ് ഞാൻ കേട്ടായിരുന്നു. എനിക്ക് ഭയങ്കര കേൾവി കൂടുതലാ. എന്ത് കുറ്റമായിരുന്നു പറഞ്ഞത്? ഇതിനോട് ചേട്ടന് യൂട്യൂബ് ചാനൽ ഉണ്ട് എന്ന് പറഞ്ഞു. ആ അങ്ങനെ. അതെ ആണോ? ഓ താങ്ക് യു. ഈ കുടുംബത്തിലെ ഏറ്റവും ചെറിയ തലമുറ. ഹായ് പറ. അച്ഛൻ അറിയാവുന്ന ഒരാളെ ഞാൻ കാണിക്കാം. അച്ഛൻ പക്ഷേ അറിയാമെന്ന് പറയണം. അച്ഛൻ കണ്ണടയ്ക്കാൻ കാണിക്കാം. അച്ഛൻ അറിയാമെങ്കിൽ ഇവർ കൈയടിക്കും. ഒരു നിമിഷം കണ്ണടയ്ക്കാം. ഒറ്റ നിമിഷം. കണ്ണ് തുറക്കല്ലേ? ആ കണ്ണ അച്ഛൻ അറിയാം. തുറക്കല്ലേ കേട്ടാ. കണ്ണ് തുറന്ന് നോക്കിയേ. എടാ ഇതാരാടാ? എങ്ങനെ ചിരിക്കുന്നത്? ആ എങ്ങനെ ചിരിക്കുന്നത്? അച്ഛന് സിമ്പിളായിട്ടുള്ള ചിരിയുള്ളൂ പറഞ്ഞിട്ട്. പെങ്ങൾ എങ്ങനെയാ ചിരിക്കുന്നത്? കണ്ണടച്ച്. അളിയും ചിരിക്കുന്നത് എങ്ങനെ? ഹലോ ബ്രോയ്. ഹായ്. ഇതൊക്കെ ആരാ? ഇതൊക്കെ ഞങ്ങൾ ക്രിസ്റ്റി മിസ്സിന്റെ ക്ലാസ്മേറ്റ്. ഓ നിങ്ങളുടെ മിസ്സാണോ? മിസ്സല്ല, ബിഎഡ് കഴിഞ്ഞോണ്ട് ഞങ്ങൾ മിസ് എന്ന് വിളിക്കും. അങ്ങനെയാണോ വിളിക്കുന്നത്? ഹലോ ബ്രോ. ഒന്നുമില്ല. മിസ്സിനെ കുറിച്ച് പറയൂ. മിസ് വളരെ നല്ലൊരു മിസ്സാണ്. ബിഎഡൊക്കെ മിസ് പൊളിയാണ്. ബിഎഡൊക്കെ കഴിഞ്ഞ് കാര്യങ്ങളൊക്കെ ഞങ്ങളെ പഠിപ്പിക്കുന്ന മിസ്സാണ്. നിങ്ങളെ പഠിപ്പിക്കുന്നതാണോ നല്ലത്? അതെ അതെ. ആണോ? കൊച്ചിനെ ടെൻഷൻ അടിപ്പിച്ച് മിസ്സായിരുന്നല്ലേ? എന്തിനാ ടെൻഷൻ? അച്ഛൻ അവിടെ കൂളായിട്ടിരിക്കുന്ന കണ്ടില്ലേ? ഭയങ്കര കൂളാണോ? ആയോ മലപ്പേരോട് ഇമാനുവൽ മാത്രമായി വരികയും കിഴക്കേ ഭാഗം പ്രാർത്ഥനാ ഭാഗത്തിൽ വൈശ്വര്യത്തിന് വേണ്ടി ശ്രീ VM ഫിലിപ്പിന്റെയും ശ്രീമതി ആനി തോമസിന്റെയും മകൻ റവറൻ ദിനു നൈനാൻ ഫിലിപ്പോ വാളിയോട് ശാലയും മാത്രമായി വരികയും കുന്നിന്മേൽ വടക്കതിൽ വീട്ടിൽ ശ്രീ വിൽസൺ ജോണിന്റെയും ശ്രീമതി മിനി വിൽസന്റെയും മകൾ കുമാരി ക്രിസ്റ്റി എം വിൽസണും തമ്മിലുള്ള വിശുദ്ധ വിവാഹം 2026 ജനുവരി മാസം 7-ാം തീയതി ബുധനാഴ്ച രാവിലെ 11 മണിക്ക് കൊട്ടാരക്കര എപ്പിസ്കോപ്പൽ ജൂബിലി മന്ദിരം ചാപ്പലിൽ വെച്ച് നടത്തുന്നതിന് തീരുമാനിച്ചിരിക്കുന്നു. വിവാഹ ശുശ്രൂഷയിലും തുടർന്ന് ജൂബിലി മന്ദിരം ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തുന്ന സൽക്കാരത്തിലേക്കും ഏവരെയും ഞങ്ങൾ കുടുംബമായി ക്ഷണിച്ചുകൊള്ളും. കല്യാണം കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞിട്ട് നിങ്ങളുടെ ഫോട്ടോ എടുപ്പ് കൊതി തീർന്നില്ല. മച്ചാൻ്റെ ഈ സൈഡ് അല്ലേ? ഇങ്ങനെ അപ്പൊ സൈഡിൽ ഇങ്ങനെ എടുത്താൽ മതിയല്ലോ. നിങ്ങൾ ക്ഷീണിച്ചാ? കളി ക്ഷീണിച്ചോ? കളർ ക്ഷീണമാണോ? നിങ്ങളെല്ലാം കസിൻസ് ആണോ അതോ ഫ്രണ്ട്സ് ആണോ? കസിൻസ് ആണോ? പെൺകുട്ടിയുടെ നിങ്ങൾ കസിൻസാ? സെക്കൻഡ് കസിൻസ് തന്നെ. ഫസ്റ്റ് കസിൻ്റെ വീട്ടിൽ വരാൻ രാവിലെ. നിങ്ങളുടെയൊക്കെ സ്ഥലം എവിടാ? കരുനാഗപ്പള്ളി. വലിയ ദൂരം? അടുത്തല്ലേ? എൻ്റെ താടിയൊക്കെ കാണണ്ട. അങ്ങനെ
കല്യാണച്ചക്കൻ്റെ കരുനാപ്പള്ളിയാണ് വീട്. ആ കറക്റ്റായിട്ട്. എന്നൊക്കെയുണ്ട് വിശേഷം പറ. പ്രത്യേകിച്ചൊന്നുമില്ല. കല്യാണം ഉറപ്പിന് വന്ന് സംബന്ധിച്ചു. എല്ലാം നല്ലതായിരുന്നു. എല്ലാവരും എന്നെ കാണാൻ പറ്റി. കരുനാപ്പള്ളിക്കാരൊക്കെ ഭയങ്കര ചിരിയാണ്. അതെന്താ? കരുനാപ്പള്ളിക്കാരൊക്കെ ഭയങ്കര ചിരിയാ. ഇത് നമ്മുടെ വീഡിയോ കാണുന്ന ബ്രോയാണ്. മർച്ചൻ്റ് നേവിയിലാണ്. പുള്ളി ക്യാമറ ആണ്. വളരെ അക്ഷമനായിട്ട് ഹാപ്പി ആയിട്ട് ചിരിച്ചോണ്ട്. കല്യാണം കഴിഞ്ഞോ? ആണോ? ചാടിയൊക്കെ കണ്ടത് എല്ലാവരും നോക്കി വെച്ചോ കേട്ടോ. നല്ല ശമ്പളം കിട്ടുന്ന ജോലിയാണ്. നല്ല ഹാപ്പി ആയിട്ട് പോകും. വ്ളോഗ് കാണത്തില്ലേ? വ്ളോഗിനെ കുറിച്ച് രണ്ടു വാക്ക് പറ. നല്ല വ്ളോഗാ. ബേസിക്കലി ഒരു ഇൻട്രോവേർട്ട് ആയതുകൊണ്ട് അധികം സംസാരിക്കാൻ ഒന്നുമില്ല. മൈക്ക് അടുപ്പിച്ച് വെച്ചാൽ മതി, സൗണ്ട് കേട്ടും. ഇവര് കണ്ടിട്ടുണ്ടോ? ഇല്ല ഇല്ല, ആള് കണ്ടിട്ടില്ല. ആളുടെ മോൻ പറയുന്നുണ്ട് കണ്ടിട്ടില്ലെന്ന്. കണ്ടിട്ടുണ്ടോ? ആണോ? നിങ്ങളെല്ലാവരും ഭയങ്കര ചിരിക്കാരാണോ? നല്ല മനസ്സുള്ളതുകൊണ്ടാ? എല്ലാവരും ഒരേ ചിരിയാണല്ലോ. അപ്പോൾ ഓക്കെ, ഞാൻ വീഡിയോയിൽ ഇട്ടേക്കാം കേട്ടോ. അളിയ ക്ഷീണിച്ചെന്നിരിക്കുവാണോ? ആണോ? ഉള്ളേക്കുള്ള അളിയനല്ലേ? എന്നോട്ടുള്ള ഓട്ടോ? 2 ദിവസമായി. ഓക്കെ. ലീവ് ഉണ്ടായിരുന്നോ? നോക്കട്ടെ. ഇതാരൊക്കെയാ? ഹലോ അച്ഛാ. ഞങ്ങൾക്ക് അറിയാം കേട്ടോ, വീഡിയോസ് കാണുന്ന. ആണോ? വീഡിയോസ് ഉണ്ട്. താങ്ക് യു. അച്ഛന് ഇടയ്ക്ക് ഇംഗ്ലണ്ടിലൊക്കെ പോയായിരുന്നു. UK കഴിഞ്ഞ മാസം. അപ്പം വീഡിയോസ് ഒരുപാട് കാണുന്നുണ്ട്. നിങ്ങൾ താങ്ക് യു. അച്ഛൻ്റെ സ്ഥലം എവിടാ? നിരണത്ത്. പള്ളി ഇവിടെ ആയിട്ട് കുറെ നാളായി. ഇപ്പം മത്തായിമുക്ക് എന്ന് പറയുന്ന സ്ഥലം, കൊട്ടാരക്കരയ്ക്ക്. ഇവിടുത്തെ ചർച്ചാണോ? കൊച്ചമ്മയുടെ വീടോ? എലന്തൂർ. ഒരു മോന. ഹലോ. നിരണത്ത് എൻ്റെ അനിയൻ അച്ഛനുണ്ട്, വിനോദീശോ. നിരണത്തല്ല, മാവേലിക്കര അനിയനാ. വല്യമ്മച്ചിയുടെ. വിനോദ വീഡിയോ കാണുമ്പോൾ നിങ്ങളുടെ പരിചയക്കാർ. അതെ. നിങ്ങൾ ഫ്രണ്ട്സാണോ? അല്ല. ആണോ? മോൻ്റെ പേരെന്താ? നോഹിൻ. എത്രയാണ് പഠിക്കുന്നത്? എവിടെ? ആണോ? അച്ഛനാണോ വഴക്ക് പറയുന്നത്, അമ്മയാണോ വഴക്ക് പറയുന്നത്? ആരാ? ആരും വഴക്ക് പറയത്തില്ലേ? ഓക്കെ ചാ, താങ്ക്സ് കേട്ടോ. ഇങ്ങനെ റിസപ്ഷൻ കഴിഞ്ഞ് എല്ലാവരും പോയിക്കൊണ്ടിരിക്കുന്നു. ഒരുപാട് ആൾക്കാർ വന്ന ഒരു എൻഗേജ്മെൻ്റ് ആയിരുന്നു. പ്രത്യേകിച്ച് ഒരു അച്ഛൻ്റെയൊക്കെ പ്രോഗ്രാം ആയതുകൊണ്ട് ഒരുപാട് അച്ഛന്മാരുണ്ടായിരുന്നു. അച്ഛൻ്റെ ഫ്രണ്ട്സായിട്ടുള്ള ഒരുപാട് സുഹൃത്തുക്കളുണ്ടായിരുന്നു. ഫാമിലിയൊക്കെ ഇരുന്ന് കഴിക്കുകയാണ്. മച്ചി ഫുഡ് കഴിച്ചോ? എന്തോ ചോറാണോ ഉണ്ടേ? ഇറച്ചി കഴിച്ചോ? ഇല്ലേ? വെജിറ്റേറിയനാ? ആണോ? അച്ഛനെ കുറിച്ചൊരു കാര്യം പറഞ്ഞേ, കൊച്ചുമോനെ കുറിച്ച്. ആണോ? എത്ര വയസ്സ് വരെ? അമ്മച്ചിയുടെ വീട്ടിൽ തന്നെ ആയിരുന്നോ? ആ. ചെറുപ്പത്തിൽ എന്താ അവൻ്റെ ഓർക്കാനുള്ള കാര്യങ്ങൾ, കുസൃതികൾ ഓർമ്മയുണ്ടോ? ആണോ? അമ്മച്ചിയുടെ മനസ്സിൽ എന്തെങ്കിലും ഓർമ്മയുണ്ടോ? നമുക്കൊരു ഓർമ്മയുള്ളൂ, മോനെ എപ്പം പുറത്തിറങ്ങിയാൽ കുരിശ് വരച്ച് 10 തൊട്ട് കുരിശ് വരച്ചാൽ ആണോ? ആൻറ്റിക്ക് വലിയ കാര്യമാണെന്ന് തോന്നല്ലോ. രാവിലെ തൊട്ടേ ഒരുപാട് പറയുന്നുണ്ടല്ലോ. എന്നാ പറയുന്നു? ഫുഡ് കഴിച്ചോ?